ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടി ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ട്രിവാൻഡ്രം പോകും വഴിയാണ് കിളിമാനൂരിലെ വഴിയോരക്കട എന്ന ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. ഉച്ചയായതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാമെന്ന പ്ലാനിലാണ് ഇവിടെ ഇറങ്ങിയത്. നല്ല കിടിലൻ ടേസ്റ്റുള്ള നാടൻ ഊണായിരുന്നു ഇവിടുത്തേത്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ടൊന്ന് ചെയ്യാമെന്ന് കരുതിയത്. തിരുവനന്തപുരം എത്തുന്നതിന് ഏതാണ്ട് 34 കിലോമീറ്റർ ഇപ്പുറം കിളിമാനൂരിലുള്ള കുറുവൻകുഴി എന്ന സ്ഥലത്ത് MC റോഡിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നിറയെ കറികളോടുകൂടിയ നാടൻ ഊണ് വാഴയിലാണ് ഇവിടെ വിളമ്പുന്നത്. കൂടാതെ ഇവിടെ പ്രധാനമായിട്ടുള്ളതും കോഴിയും താറാവ് കറിയും എല്ലാതരം സീ ഫുഡുമാണ്. ഫാമിലിയുമൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനുള്ള ഫാമിലി റൂമുകളുമുണ്ട് ഇവിടെ. ഏതാണ്ട് ട്രോളിംഗ് നിരോധനമുള്ള സമയത്താണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയത്. അതുകൊണ്ട് ഒരുപാട് സീ ഫുഡൊന്നും ട്രൈ ചെയ്തു നോക്കാൻ സാധിച്ചില്ല. എങ്കിലും ഇവിടെ നിന്ന് കഴിച്ച കണവത്തോരൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിൻ തുമ്പത്തുണ്ട്. അത്രയും രുചികരമായിരുന്നു. ഇവർ ഇവിടേക്കുള്ള പച്ചക്കറികളും മറ്റും പ്രധാനമായിട്ടും വാങ്ങിക്കുന്നത് ലോക്കലുള്ള കർഷകരിൽ നിന്നോ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കീടനാശിനി മറ്റും ഉപയോഗിക്കാത്ത പച്ചക്കറികൾ ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രം സൈഡിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോട്ടലിലെ ഭക്ഷണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇവിടെ വേറെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇവിടെ? ഇവിടെ കണവത്തോരൻ ഇന്നിപ്പം ഒരുപാട് ഐറ്റം കുറവാണ്. കാര്യം തീരെ ഷോപ്പൊക്കെ ആയതുകൊണ്ട് മീൻ കുറവാണ്. ആണോ? ആ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. കണവ, ഞണ്ട്, കൊഞ്ച്, കരിമീൻ, ആവോലി, ഇങ്ങനെ സീ ഫുഡ് എല്ലാ സീ ഫുഡ് ഐറ്റംസും ഉണ്ടല്ലേ? അവൈലബിലിറ്റി അനുസരിച്ച് എല്ലാം പറ്റാം. ഇന്നിപ്പോൾ ഏതൊക്കെയാണ് സീ ഫുഡ്? ഇന്നിപ്പോൾ സീ ഫുഡ് കണവ മാത്രമല്ല. കൊഞ്ച് ഫ്രൈ ഉണ്ടാകുന്ന കുറച്ചുണ്ടാകുന്ന കഴിഞ്ഞു. ഞണ്ടും കഴിഞ്ഞു. 11:30ക്കാണ് മീൽസ് തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഒരു നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.